ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു പോപ്പുലാരിറ്റിയേക്കാൾ കൂടുതൽ ഷാനവാസുക്കാരുടെ ഷോ ആണ് പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എവിക്ഷൻ നോമിനേഷന്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിലുടനീളം ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് കിട്ടിയിരിക്കുന്നത് ഷാനൂക്കാണ്. ഷാനൂക്കാട മീശ പിരി, ചിരി, നെഞ്ച് അങ്ങോട്ട് വിരിച്ചുള്ള ഇരുത്തം, ഇതെല്ലാം തന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. അതിനകത്തുള്ള എല്ലാവരും പറയുന്നുണ്ട് ഇമാതിരിയുള്ള ചേഷ്ടകളൊന്ന് അവസാനിപ്പിക്കൂ, ഇത് സീരിയലിലെ അഭിനയമല്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്ദ്രൻ സീത അല്ലേ, അങ്ങനെ എന്തോ ഒരു സീരിയലിനകത്ത് ഒരു കോംബോ ഉണ്ടായിരുന്നല്ലോ, ഇന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോംബോ. എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറാണ് ഇപ്പോഴും. പഴയ രുദ്രനൊക്കെ പോയി, രുദ്രന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഡിഫറെന്റ് ആയിരുന്നല്ലോ. പക്ഷെ ഇതിലെ ഇന്ദ്രന്റെ ഒരു മുണ്ടൊക്കെ ഉടുത്ത് ആ ഒരു ലുങ്കിയൊക്കെ വെച്ചിട്ട് എന്തോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ആ ഇന്ദ്രന്റെ ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ ഏതൊക്കെയോ സീരിയലിനകത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോഴും ആ ഇന്ദ്രന്റെ തലയിൽ വെച്ചുകൊണ്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഷാനവാസിന് നോമിനേഷൻ കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് ചങ്കായിട്ടുള്ള അനീഷിന്റെ കയ്യിൽ നിന്നാണ് ശരിക്കും പറയുന്നുണ്ട്. അതായത് അനീഷ് പറയുന്നുണ്ട് ഈ പറയുന്ന മീശ പിരിച്ച് അഭിനയിച്ച് നടക്കുന്ന കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഓവർ ഷോയാണ് നിങ്ങളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ഫൈറ്റ് ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ ഷാനവാസും ബിന്നിയും തമ്മിലാണ്. അന്നത്തെ ആ ഒരു ജയിൽ വിഷയം അവർ ഭയങ്കരമായിട്ടും സോൾവ് ചെയ്തിട്ടില്ല, ഭയങ്കരമായിട്ടും അത് ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മെഡിസിൻ കാർഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ തനിക്ക് വയ്യ എന്നിട്ട് പോലും ഡോക്ടർ ബിന്നി ഇത് ചെയ്തു, അപ്പം ബിന്നിക്ക് ഇത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ടൊരു സംസാരം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഞാൻ ഇപ്പോഴും മാറ്റുന്നില്ല. എനിക്ക് ഈ ഒരു വിഷയത്തിൽ ബിന്നിയുടെ ഭാഗത്താണ് ഞാൻ ന്യായം കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ എത്രയൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യന് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാകും. പക്ഷേ ബിന്നി ക്യാപ്റ്റനായ ആ ഒരു സമയം തൊട്ടേ അനീഷും അതിനകത്ത് ഒട്ടും കുറവല്ല. അനീഷും ഷാനവാസും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അതൊരു ഈ സ്ത്രീകളുടെ കാർഡ്, വുമൺ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. മനഃപൂർവ്വമായിട്ട് ബിന്നിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബിന്നി അത്രയും കേപ്പബിൾ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പലപ്പോഴും ഷാനവാസ് ഫണ്ണാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.